പ്രിയപ്പെട്ടവരെ, ചിത്രാഞ്ജലി സ്റ്റുഡിയോയ്ക്ക് സമീപത്തെ തിരുവനന്തപുരത്ത് ഒരു ചെറിയ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. അവിടെ ഉപയോഗിക്കാതെ കിടന്നൊരു സ്ഥലത്താണ് തീപിടുത്തം ഉണ്ടായത്. വിഴിഞ്ഞം തിരുവനന്തപുരം ചാക്ക ഫയർ യൂണിറ്റുകൾ ഇപ്പോൾ തീ അണയ്ക്കുന്നുണ്ട്. കെട്ടിടങ്ങളിലേക്കൊന്നും തീ പടർന്നിട്ടില്ല. ആർക്കും ആളപായമോ മറ്റു വലിയ നഷ്ടമോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ അവിടെ ഉപയോഗിക്കാതെ കിടന്ന സ്ഥലത്താണ് തീ പിടിച്ചിരിക്കുന്നത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സുനിഷ ഏലൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുനിഷ, ഗുഡ് മോർണിംഗ് സുനിഷ. ഇതെവിടെയാണ് തീ പിടിച്ചത്? എന്താണ് തീ പിടിക്കാനുള്ള കാരണം? അകത്തെയൊക്കെ മറ്റ് അതിന് ജനവാസ മേഖലയിലേക്കെങ്കിലും അടുത്ത ഒക്കെ വീടുകൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങോട്ടൊന്നും തീ പടർന്നിട്ടില്ലല്ലോ അല്ലേ? ഗുഡ് മോർണിംഗ് അരുൺ. ഒരു ആശ്വാസം, മറ്റിടത്തൊക്കെ തീ പടർന്നിട്ടില്ല എന്നുള്ളതാണ്. മറ്റ് കെട്ടിടങ്ങളിലേക്കൊന്നും തീ പടർന്നിട്ടില്ല. ഈ പറയുന്നത് പോലെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ പിറകിലായി 78 ഏക്കറോളം കിടക്കുന്ന ഭൂമിയാണ്. അതിൽ തന്നെ ഈ ഉപയോഗശൂന്യമായി നിൽക്കുന്ന കരിയിലകളൊക്കെ കൂടി നിൽക്കുന്ന ഒരിടമുണ്ട്. അവിടെയാണ് ഇന്ന് പുലർച്ചയോടുകൂടി ഒരു ഏകദേശം ഒരു 5:45 പുക ഉയരുന്നത് കണ്ടത് എന്നുള്ളതാണ്. തൊട്ടടുത്ത വീട്ടുകാരടക്കമാണ് ഇത് കണ്ടത്. പിന്നാലെ തന്നെ വിവരം ഫയർഫോഴ്സിനെ അറിയിക്കുകയായിരുന്നു. അങ്ങനെ വിഴിഞ്ഞത്തു നിന്നും ചാക്കയിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നുമായി 4 ഫയർഫോഴ്സ് യൂണിറ്റ് ഇവിടെ എത്തി തീ അണയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. പക്ഷേ എന്താണ് ഈ തീപിടുത്തത്തിന്റെ കാരണമെന്ന് മനസ്സിലായിട്ടില്ല. ഈ പറഞ്ഞതുപോലെ നിരവധി മരങ്ങൾ, ഒപ്പം തന്നെ കരിയിലകളടക്കം കൂട്ടിയിട്ട ഒരു സ്ഥലമാണ്, കൂട്ടി നിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ തീ പടർന്നത് എന്ന് നിലവിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അത് ഫയർഫോഴ്സ് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും നിരവധി വീടുകൾ, മറ്റ് കെട്ടിടങ്ങളും ഷൂട്ടിംഗ് അടക്കം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. പക്ഷേ മറ്റിടങ്ങളിലേക്കൊന്നും തന്നെ തീ പടർന്നിട്ടില്ല, ആളപായമില്ല, മറ്റ് കെട്ടിടങ്ങളിലേക്കും പടർന്നിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. ഏതായാലും നിലവിൽ ഇപ്പോൾ ഫയർഫോഴ്സ് തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. നിലവിൽ 2 യൂണിറ്റ് കൂടി പൂർണ്ണമായും ഈ കരിയിലകളായതുകൊണ്ട് തന്നെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഏതായാലും അതുകൂടി പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം കൂടി അകത്ത് നടക്കുന്നുണ്ട്. നമുക്ക് അകത്തേക്ക് കടക്കാനുള്ള പെർമിഷൻ ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ നിന്നും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും നിലവിൽ ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാണ് അരുൺ. ഓക്കെ, താങ്ക് യു. സുനിഷയാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഒഴിഞ്ഞുകിടന്ന പറമ്പിൽ ആണ് തീ പിടിച്ചിരിക്കുന്നത്. മറ്റ് കെട്ടിടങ്ങൾക്കൊന്നും കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. തീ ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ആശ്വാസം.